ഹായ് എവരിവൺ, ഞാൻ ഡയറ്റീഷ്യൻ രഞ്ജിനി രാധാകൃഷ്ണൻ ഫ്രം അനുഗ്രഹ ന്യൂട്രാസ്യൂട്ടിക്കൽ. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് വേ പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സിനെ പറ്റിയാണ്. ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വേ പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സ്, ആർക്കൊക്കെ ഈ ഒരു വേ പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സ് ബെനഫിഷ്യൽ ആവും, എങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ സപ്ലിമെൻറ്റ്സ് എടുക്കേണ്ടത് എന്നിങ്ങനെ. സോ ബേസിക്കലി വേ പ്രോട്ടീൻ എന്ന് പറയുന്നത് നാച്ചുറലി മിൽക്കിൽ പ്രസൻ്റ് ആയിട്ടുള്ള ഒരു പ്രോട്ടീനാണ്. മിൽക്കിൽ രണ്ട് ടൈപ്പ് ഓഫ് പ്രോട്ടീനാണുള്ളത്, കെസീനും വേയും. ഇതിൽ ഏറ്റവും കൂടുതൽ കെസീനാണ്, വിച്ച് ഇസ് 80%. ബാക്കി റിമൈനിങ് 20% മാത്രമേ 20% വേ പ്രോട്ടീൻ മാത്രമേ ഈ മിൽക്കിലുള്ളൂ. അപ്പോൾ നമ്മൾ നോർമലായിട്ട് മിൽക്ക് ആസ് സച്ച് കഴിക്കുമ്പോഴും അതുപോലെ യോഗേർട്ട് ഫോമിലൊക്കെ കഴിക്കുമ്പോൾ ഈ രണ്ട് പ്രോട്ടീനും ആക്ച്വലി നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ നമ്മൾ കുറച്ചുകൂടെ പ്രോസസ്ഡ് ആയിട്ടുള്ള മിൽക്ക് പ്രൊഡക്ട്സ് ആണ് കഴിക്കുന്നെങ്കിൽ, പനീറോ ചീസോ കേടോ അങ്ങനെ കഴിക്കുമ്പോഴേക്കും ഈ വേ ഡിസ്കാർഡ് ചെയ്തിട്ടാണ് അത് പ്രിപ്പയർ ചെയ്യുന്നത്, ഈ പറയുന്ന ഡയറി പ്രൊഡക്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വേ പ്രോട്ടീൻ കിട്ടത്തില്ല, കെസീൻ മാത്രമേ കിട്ടുന്നുള്ളൂ. അപ്പോൾ വേ പ്രോട്ടീൻ്റെ ആ ഒരു ബയോ ആക്റ്റീവ് കോമ്പൗണ്ട്സ് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് റിച്ച് ഇൻ ഓൾ എസെൻഷ്യൽ അമിനോ ആസിഡ്സ്. അതായത് അതിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന നമുക്കറിയാം BCA എന്ന് പറയുന്ന അമിനോ ആസിഡ്സ് ആണ്, വിച്ച് ആർ വാലിൻ, ലൂസിൻ ആൻഡ് ഐസോലൂസിൻ. ഈ 3 അമിനോ ആസിഡ്സും ഈ പറയുന്ന വേ പ്രോട്ടീനിലുണ്ട്. പിന്നെ വേ പ്രോട്ടീൻ ഇസ് എ കോംപ്ലെക്സ് ഓഫ് അതർ പ്രോട്ടീൻ ഫ്രാക്ഷൻ ലൈക്ക് ലാക്ടോഗ്ലോബുലിൻ, ലാക്ടാൽബുമിൻ, ലാക്ടോഫെറിൻ, പിന്നെ ഇമ്മ്യൂണോഗ്ലോബുലിൻസും ആൻറ്റി ഓക്സിഡൻസും ഒക്കെ ഈ ഒരു വേ പ്രോട്ടീനിലുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പറയുന്നത് ട്രിപ്റ്റോഫിൻ്റെ ആ ഒരു അളവാണ്. ബിക്കോസ് നമുക്കറിയാം ട്രിപ്റ്റോഫൻ നമ്മുടെ മൂഡ് സ്റ്റെബിലൈസ് ചെയ്യാനും സെറോട്ടോണിൻ ന്യൂറോ ട്രാൻസ്മിറ്ററിൻ്റെ ആ ഒരു റെഗുലേഷന് ഹെൽപ്പ് ചെയ്ത് നമ്മുടെ മൂഡ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഈ ഒരു അമിനോ ആസിഡ് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ ഒരു അമിനോ ആസിഡ് വേ പ്രോട്ടീനിലുണ്ട്. നമ്മൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ വേ പ്രോട്ടീൻ നമ്മുടെ മസിൽ പ്രോട്ടീൻ സിന്തസിസിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, നമുക്ക് ആൻറ്റി ഓക്സിഡൻറ്റ് ആക്ടിവിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുവഴി നമുക്ക് മൈക്രോബിയൽ ഇൻഫെക്ഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കൈൻഡ് ഓഫ് ഡിസീസും കാര്യങ്ങളും ഒക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു വേ പ്രോട്ടീൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബേസിക്കലി മാർക്കറ്റിൽ 3 ടൈപ്സ് ഓഫ് വേ പ്രോട്ടീനാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്നാമത്തെയാണ് വേ പ്രോട്ടീൻ കോൺസെൻട്രേറ്റ്, രണ്ടാമത്തത് ഐസോലേറ്റ്, മൂന്നാമത്താണ് ഹൈഡ്രോലിസേറ്റ് എന്ന് പറയുന്ന വേ പ്രോട്ടീൻ സപ്ലിമെൻറ്റ്. അപ്പോൾ ഒന്നാമത്തത് വേ പ്രോട്ടീൻ കോൺസെൻട്രേറ്റ്. ഈ ഒരു സപ്ലിമെൻ്റ് എന്ന് പറയുന്നത് ആക്ച്വലി നമ്മൾ പ്രോട്ടീനെ കോൺസെൻട്രേറ്റ് ചെയ്ത് അൾട്രാ ഫിൽട്രേഷൻ പ്രോസസ്സ് വഴി കോൺസെൻട്രേറ്റ് ചെയ്ത് എടുക്കുന്നതാണ്. ഇത് 2 ടൈപ്പ് ഉണ്ട്, ലോ ഗ്രേഡും ഉണ്ട്, ഹൈ ഗ്രേഡും ഉണ്ട്. നമ്മൾ ലോ ഗ്രേഡ് നോക്കിക്കഴിഞ്ഞാൽ അതിൽ കൂടുതലും ഈ പറയുന്ന പോലെ പ്രോട്ടീൻ കോൺസെൻട്രേറ്റും ഉണ്ട്, അതിൻ്റെ കൂടെ തന്നെ ഫാറ്റ്സും കാർബ്സും കാണും. അതായത് നമുക്ക് ഒരു 35 to 50% പ്രോട്ടീൻ ആണെങ്കിൽ റിമൈനിങ് ഫാറ്റ്സ് ആൻഡ് കാർബ്സ് ആയിരിക്കും ലോ ഗ്രേഡ് ആയിട്ടുള്ള വേ പ്രോട്ടീൻ സപ്ലിമെൻറ്റ് കോൺസെൻട്രേറ്റ്. ഇനി ഹൈ ഗ്രേഡ് ആയിട്ടുള്ള കോൺസെൻട്രേറ്റ് നോക്കുകയാണെങ്കിൽ അതിൽ ഒരു 70 to 80% പ്രോട്ടീനും റിമൈനിങ് ഫാറ്റ്സ് ആൻഡ് കാർബ്സ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു സപ്ലിമെൻറ്റ് ഉപകാരപ്പെടുന്നത് ഇപ്പോൾ ആൾക്കാർ ഒരുപാട് സ്ട്രിക്റ്റ് ഡയറ്റ് ഒന്നും ഫോളോ ചെയ്യാതെ നമ്മൾ കാലറി നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു പ്രോട്ടീൻ മാത്രമല്ല നമ്മുടെ കൺസേൺ, നമുക്ക് കാലറിയും കൂടി ഇൻക്രീസ് ചെയ്യണമെങ്കിൽ ഈ ഒരു വേ പ്രോട്ടീൻ കോൺസെൻട്രേറ്റ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. രണ്ടാമത്തെ ടൈപ്പാണ് വേ പ്രോട്ടീൻ ഐസോലേറ്റ്. ഇതിൽ നമ്മൾ കോൺസെൻട്രേറ്റിനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കുറച്ചുകൂടെ പ്രോട്ടീൻ കോൺസെൻട്രേഷൻ കൂടുതലുണ്ട്. അതായത് ഒരു 90% എബോയും പ്രോട്ടീനാണ്, വളരെ ലിറ്റിൽ എമൗണ്ട് മാത്രമേ ഫാറ്റ്സും കാർബ്സും ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഒരു സ്ട്രിക്റ്റ് ഡയറ്റാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ, സ്ട്രിക്ട്ലി നിങ്ങൾ കാർബും ഫാറ്റും ഒക്കെ കൺട്രോൾ ചെയ്തൊരു ഡയറ്റാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഉപകാരപ്പെടുന്നത് ഈ ഒരു ഐസോലേറ്റ് വേ പ്രോട്ടീൻ സപ്ലിമെൻ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ഇതിൽ ഷുഗർ കണ്ടന്റ് വളരെ കുറവാണെന്ന് നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ മൈൽഡായിട്ട് നിങ്ങൾക്ക് ലാക്ടോസ് ഇൻടോളറൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് നമുക്കറിയാം പാല് കുടിക്കാൻ പറ്റത്തില്ല. പക്ഷേ ഇവർക്ക് ഈ ഒരു വേ പ്രോട്ടീൻ ഐസോലേറ്റ് ടോളറബിൾ ആയിട്ട് തോന്നും. സോ നിങ്ങൾക്ക് അത് ട്രൈ ചെയ്യാവുന്നതാണ്. മൈൽഡ് ലാക്ടോസ് ഇൻടോളറൻസ് ഉള്ളവർ, മൈൽഡ് ആയിട്ടുള്ളവർ മാത്രം, സിവിയർ ആയിട്ടുള്ളവർ ഈ ഐസോലേറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതാണ് വേ പ്രോട്ടീൻ ഐസോലേറ്റ്. പിന്നെ അതിൻ്റെ സോലിബിലിറ്റി നോക്കുമ്പോൾ കുറച്ചും കൂടെ സോലിബിൾ ഈ പറയുന്ന കോൺസെൻട്രേറ്റ് ആണ്. പക്ഷേ ഐസോലേറ്റ് നമുക്ക് ഡെസേർട്സിലും യോഗേർട്ടിലും ഷേക്സിലും ഒക്കെ ഈസിലി ആഡ് ചെയ്ത് പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. തേർഡാണ് ഹൈഡ്രോലിസേറ്റ്. അതത്ര കോമൺലി അങ്ങനെ കൺസ്യൂം ചെയ്യുന്നതല്ല, കാരണം അത് ഈ മെഡിസിനൽ പർപ്പസിന് വേണ്ടിയിട്ടും അതുപോലെ അത്ലറ്റ്സിനൊക്കെ വേണ്ടിയിട്ടാണ് യൂഷ്വലി ഈ ഒരു ഹൈഡ്രോലിസേറ്റ് കൊടുക്കുന്നത്.
കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു പ്രീ ഡൈജസ്റ്റഡ് ഫോമിലാണ് ഈ ഹൈഡ്രോലിസേറ്റ് വരുന്നത്. അതായത് നമ്മുടെ ബോഡി അതിനെ ഡൈജസ്റ്റ് ചെയ്യുന്നത് വളരെ കുറവായിരിക്കും, നേരെ തന്നെ ബോഡിക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു അബ്സോർപ്ഷൻ കൂടുതലായിരിക്കും ഹൈഡ്രോലിസേറ്റിന്. അപ്പോൾ നമുക്കറിയാം ഈ ഒരു മെഡിക്കൽ കേസിലുള്ള ആൾക്കാർക്കൊക്കെ പെട്ടെന്ന് ആ ഒരു അമിനോ ആസിഡ് അല്ലെങ്കിൽ ആ ഒരു ന്യൂട്രിയൻ റിലീസ് പെട്ടെന്ന് വേണം ഫോർ ദർ ഫാസ്റ്റർ റിക്കവറി. അപ്പം അതിന് വേണ്ടിയിട്ട് ആപ്റ്റായിരിക്കും ഹൈഡ്രോലിസേറ്റ് എന്ന് പറയുന്ന സപ്ലിമെൻറ്റ്. അതുപോലെ തന്നെ അത്ലറ്റ്സ് അവരുടെ പോസ്റ്റ് വർക്കൗട്ടിന് ശേഷം അല്ലെങ്കിൽ പോസ്റ്റ് ഗെയിമിന് ശേഷം അവർക്ക് ഈ ഒരു ഹൈഡ്രോലിസേറ്റ് എടുക്കുന്ന വഴി അവരുടെ റിക്കവറിയും അതുപോലെ തന്നെ സ്ട്രെങ്ത്തും ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം അതാണ് 3 ടൈപ്പ് ഓഫ് വേ പ്രോട്ടീൻ സപ്ലിമെൻറ്റ്. നിങ്ങൾ ഒരു ജനറലായിട്ട് എവറി ഡേ യൂസിന് വേണ്ടിയിട്ടാണെങ്കിൽ കുറച്ചുകൂടെ നല്ലത് നിങ്ങൾക്ക് കോൺസെൻട്രേറ്റ് ആയിരിക്കും. പക്ഷേ യൂഷ്വലി പോപ്പുലറായിട്ടും അതുപോലെ തന്നെ ഒരു എന്താ പറയുക പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് നമ്മൾ യൂഷ്വലി റെക്കമെൻഡ് ചെയ്യുന്നത് ഐസോലേറ്റ് ആയിരിക്കും. കാരണം എല്ലാവർക്കും ഒരുപോലെ ഉപകാരപ്പെടുന്നതാണ് ഈ വേ പ്രോട്ടീൻ ഐസോലേറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ നിങ്ങളുടെ നീഡ് അനുസരിച്ച് വേണം ഈ ഒരു 3 പ്രോട്ടീൻ സപ്ലിമെൻ്റ് എടുക്കാം. നിങ്ങൾ സ്ട്രിക്റ്റ് ആയിട്ട് ഡയറ്റ് ഫോളോ ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നല്ലത് ഐസോലേറ്റ് ആയിരിക്കും. നിങ്ങൾ കാലറി കൂട്ടാനാണ് ആഗ്രഹമെങ്കിൽ കുറച്ചുകൂടെ നല്ലത് കോൺസെൻട്രേറ്റ് ആയിരിക്കും. പിന്നെ നിങ്ങൾ ഇപ്പോൾ അത്ലറ്റ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും മെഡിക്കൽ കേസിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ നല്ലത് ഹൈഡ്രോലിസേറ്റ് ആയിരിക്കും. അപ്പോൾ ഇത്രേ ഉള്ളൂ 3 ടൈപ്സ് ഓഫ് വേ പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സ്. ഇനി എങ്ങനെയൊക്കെയാണ് ഈ ഒരു അല്ലെങ്കിൽ എപ്പോഴൊക്കെയാണ് നമ്മൾ ഈ ഒരു വേ പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സ് എടുക്കേണ്ടത്? യൂഷ്വലി അല്ലെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് പോസ്റ്റ് വർക്കൗട്ടിന് ശേഷമാണ്. അതായത് നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും ഈ ഒരു പ്രോട്ടീൻ സപ്ലിമെൻ്റ് എടുക്കുമ്പോഴേക്കും നിങ്ങൾക്ക് കുറച്ചുകൂടെ എന്താ പറയുക വിസിബിൾ ആയിട്ടുള്ള ബെനിഫിറ്റ് കിട്ടും. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഈ വർക്കൗട്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് എസ്പെഷ്യലി റെസിസ്റ്റൻറ്റ് ട്രെയിനിങ് ആയിട്ടുള്ള വർക്കൗട്ടുകളാണ്. ലൈക്ക് അനാറോബിക് ആയിട്ടുള്ള എക്സസൈസ്, നമ്മൾ വെയിറ്റ് ലിഫ്റ്റിംഗ് ചെയ്യുന്നത്, സ്പ്രിൻറ്റിങ് ചെയ്യുന്നത്, അതുപോലത്തെ ഉള്ള എക്സസൈസ് ആണ് ഇവിടെ നമ്മൾ പറയുന്നത്, റെസിസ്റ്റൻറ്റ് ട്രെയിനിങ്ങിൽ പറയുന്നത്. അപ്പോൾ ആ വർക്കൗട്ടിന് ശേഷം നമ്മൾ വേ പ്രോട്ടീൻ എടുക്കുമ്പോഴേക്കും നമ്മുടെ മസിൽസിന് നമ്മൾ ഈ വർക്കൗട്ടിൻ്റെ ഭാഗമായിട്ട് മെക്കാനിക്കൽ സ്ട്രെസ്സും അതുപോലെ തന്നെ എന്താ പറയുക മസിൽസിനെ റെഡി ആക്കുകയാണ് ടു അബ്സോർബ് ന്യൂട്രിയൻസ്. അപ്പോൾ നമ്മൾ ഈ ഒരു എക്സസൈസ് ചെയ്യുന്ന വഴി നമ്മുടെ മസിൽസ് ആ ഒരു ടൈമിൽ ഇങ്ങനെ എന്താണ് നമ്മൾ കഴിക്കുന്നത് അതിനെ പെട്ടെന്ന് തന്നെ യൂട്ടിലൈസ് ചെയ്യുന്ന ഒരു രൂപത്തിൽ നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ ആക്കിയെടുക്കുകയാണ്. അപ്പോൾ ആ ഒരു ടൈമിലാണ് നമ്മൾ ന്യൂട്രിയൻസ് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ ഫാസ്റ്റ് ആയിട്ടുള്ള അബ്സോർപ്ഷൻ ആയിരിക്കും നടക്കുന്നത്. അപ്പോൾ ബെസ്റ്റ് ടൈം ഫോർ ടേക്കിംഗ് വേ പ്രോട്ടീൻ സപ്ലിമെൻറ്റ് ഇസ് പോസ്റ്റ് വർക്കൗട്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുള്ള ഒരു ബിഗിനർ ആണെങ്കിൽ സ്റ്റാർട്ട് വിത്ത് 25 ഗ്രാം, അതായത് ഒരു 1-2 സ്കൂപ്പ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുക പെർ ഡേ. ആൻഡ് നിങ്ങളുടെ നീഡ് അനുസരിച്ച് നിങ്ങൾക്കത് കൂട്ടാം. കാരണം ബിഗിനേഴ്സിന് യൂഷ്വലി പെട്ടെന്ന് തന്നെ ചേഞ്ചസ് കാണും. ആൻഡ് നമ്മൾ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് പോകുമ്പോൾ നമുക്ക് ഡോസേജ് കൂട്ടേണ്ടി വരും. എസ്പെഷ്യലി നമ്മൾ അത്ലറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ബിഗിനേഴ്സിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഡോസ് വേണ്ടി വരും ടു സീ ദ സെയിം റിസൾട്ട്. ബിക്കോസ് അവരുടെ ആ ഒരു ബോഡി കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയി, അപ്പോൾ ആ ഒരു യൂട്ടിലൈസേഷൻ കുറച്ചുകൂടെ ഫാസ്റ്ററായി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർക്ക് ചിലപ്പോൾ ഡോസ് വേണ്ടി വരും. പക്ഷെ നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ നിങ്ങൾ 25 ഗ്രാം സ്റ്റാർട്ട് ചെയ്യുക. ബാക്കി നിങ്ങളുടെ പ്രോട്ടീൻ റിക്വയർമെൻറ്റ് ഡയറ്ററി സോഴ്സ് വഴി മീറ്റ് ചെയ്യും. പിന്നെ ഇപ്പോൾ നിങ്ങൾ 2 ഗ്രാം പെർ കിലോഗ്രാം ആണ് എയിം ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്കൊരു പെർ ഡേ ഒരു 3 ടേക്ക് വരെ, അതായത് 25 ഗ്രാം 2 വട്ടം എടുത്ത് ഒരു 50 ഗ്രാം ഫ്രം ദ സപ്ലിമെൻറ്റ്സ് ആൻഡ് അനദർ 50 ഗ്രാം ഫ്രം ദ ഡയറ്ററി സോഴ്സ് അങ്ങനെ എടുക്കാവുന്നതാണ്. ഡിപ്പെൻഡിങ് അപ്പോൺ യുവർ നീഡ്. നിങ്ങൾ സോൾലി ഈ ഒരു സപ്ലിമെൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്യരുത്. നിങ്ങളുടെ ഒരു 30 അല്ലെങ്കിൽ 40% ആ ഒരു റേഞ്ച് ഇരിക്കണം നിങ്ങളുടെ ആ ഒരു പ്രോട്ടീൻ സപ്ലിമെൻറ്റിൻ്റെ ഒരു ഇൻടേക്ക് എന്ന് പറയുന്നത്. ബാക്കി നിങ്ങളുടെ മെജോറിറ്റി എന്ന് പറയുന്നത് ഡയറ്ററി സോഴ്സസ് വഴി ആയിരിക്കണം. നോർമൽ ഇൻഡിവിജ്വൽ മെഡിസിനൽ പർപ്പസ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഡയറ്ററി സോഴ്സസ് വഴി മീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ചിലപ്പോൾ നമുക്ക് സപ്ലിമെൻറ്റ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കേണ്ടി വരും. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എങ്ങനെയാണ് പ്രോട്ടീൻ എടുക്കേണ്ടത്. ആദ്യം സ്റ്റാർട്ട് ചെയ്യേണ്ട ഡോസ് ഏതാണ്, നിങ്ങൾക്കത് സ്പ്ലിറ്റ് ചെയ്ത് പോകാം. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു 50 ഗ്രാം എടുക്കുന്നെങ്കിൽ നിങ്ങൾ 1 ടൈം തന്നെ 50 ഗ്രാം എടുക്കണ്ട. ഡിന്നർ ബ്രേക്ക്ഫാസ്റ്റിന് 25 ഗ്രാം, ഡിന്നറിന് 25 ഗ്രാം, അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് കൺസ്യൂം ചെയ്യാവുന്നതാണ്. ഇനി ഈ ഒരു പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സ് നമുക്ക് കോമൺ ആയിട്ടുള്ള ഒരു മിസ്കൺസെപ്ഷൻ ആണ് നമ്മൾക്ക് കിഡ്നി പ്രോബ്ലംസിലോട്ടൊക്കെ ലീഡ് ചെയ്യുന്നുള്ളത്. ആക്ച്വലി ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ട് കിഡ്നി പ്രോബ്ലംസ് ഉള്ളവർക്ക് പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സ് പ്രോബ്ലം ഉണ്ടാക്കും. നോർമൽ ആയിട്ടുള്ള ആൾക്കാർക്ക് പ്രോബ്ലം ഒന്നും ഉണ്ടാക്കത്തില്ല ഇഫ് നമ്മൾ ഡോസേജ് കറക്റ്റ് ആയിട്ടാണ് കൺസ്യൂം ചെയ്യുന്നതെങ്കിൽ. അപ്പോൾ കിഡ്നി പ്രോബ്ലംസ് ഉള്ളവർ, ലിവർ പ്രോബ്ലംസ് ഉള്ളവർ, പിന്നെ എന്തെങ്കിലും തരത്തിലുള്ള എന്താ പറയുക ന്യൂട്രീഷണൽ മാലബ്സോർപ്ഷൻ ഒക്കെ നേരിടുന്നവർക്ക് ചിലപ്പോൾ പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സ് അത്ര
ഇതായിട്ട് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നും. സോ അവർക്കൊക്കെ അവർ പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സ് അവോയ്ഡ് ചെയ്യുക, ഡയറ്ററി സോഴ്സ് തന്നെ ഡിപ്പെൻഡ് ചെയ്യാൻ നോക്കാം. പിന്നെ ഈ ഒരു പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സ് എടുക്കുമ്പോൾ നിങ്ങൾ ഹൈഡ്രേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കണം. കാരണം പ്രോട്ടീൻ റിക്വയർസ് ലിറ്റിൽ മോർ എമൗണ്ട് ഓഫ് വാട്ടർ. നിങ്ങൾ ഹൈഡ്രേഷനും അതിൻ്റെ കൂടെ തന്നെ ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ കിഡ്നി സ്റ്റോൺസ് ഡീഹൈഡ്രേഷനിലോട്ട് ലീഡ് ചെയ്യും. അപ്പോൾ ഇത്രയേ ഉള്ളൂ വേ പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സിനെ പറ്റിയുള്ള ബേസിക് കാര്യങ്ങൾ. അപ്പോൾ നിങ്ങളുടെ നീഡ് അനുസരിച്ച് മാത്രം ഏത് സപ്ലിമെൻറ്റ് വേണം അത് ചൂസ് ചെയ്യാം. സോ സ്റ്റേ സേഫ് ആൻഡ് സ്റ്റേ